ആക്രമിക്കാൻ വരുന്നവൻ നമ്മളെ ആക്രമിക്കാതെ പോകും, ഒരിക്കലും ഇല്ല. ഒരു നായ കടിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ ചെന്ന് മന്ത്രം ചൊല്ലിയാൽ പോരാ, പിന്നെയോ അതിനെ പ്രതിരോധിക്കുവാനുള്ള അയോധന കലകൾ, പ്രതിരോധിച്ചു നിൽക്കുവാനുള്ള ആ കലകൾ നമ്മളിൽ ഉളവാകണം. അന്നേരം അവിടെ എല്ലാ ശാസ്ത്രങ്ങളിലും വേണ്ടുന്ന വൈദഗ്ധ്യമാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. എല്ലാ അറിവുകളും ഗ്രഹിക്കുക, എല്ലാ അറിവിനെ പറ്റിയും ചിന്തിക്കുക, എല്ലാ അറിവിലേക്ക് മനസ്സ് പോകുക. അതിലൂടെ ഗ്രഹസ്ഥം സ്വന്തമായിട്ട് നിലനിൽക്കുവാനുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാകണം? ശ്രേഷ്ഠമായിട്ടുള്ള അടുത്ത സന്തതി പരമ്പര ഉളവാകണം. സന്തതിയില്ലാത്ത ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണതയില്ലാത്ത ജീവിതം എന്നാണ്. പരിപൂർണതയല്ല, അത് പൂർണ്ണമാകുകയില്ല ആ ജീവിതം. സന്തതി ഉളവാകണം. അതിനായിട്ട് ഗ്രഹസ്ഥം സ്വീകരിക്കണം. ആ ഗ്രഹസ്ഥം സ്വീകരിച്ചു കഴിഞ്ഞാലോ അതിന് 5 യജ്ഞങ്ങൾ അനുഷ്ഠിക്കണം. ബ്രഹ്മയജ്ഞം, അറിവിനെ ശ്രേഷ്ഠമാക്കണ കർമ്മങ്ങളിൽ വ്യാപൃതരാക്കണം. അറിവ് എന്ന് പറയുന്നത് അതിനെ പ്രചരിപ്പിക്കുക, അതിനെ ശ്രവിക്കുക, അതിനെ മനനം ചെയ്യുക, അതിലൂടെ മറ്റുള്ളവരിലേക്ക് നമുക്ക് കിട്ടിയ അറിവ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കണം, മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കണം. അടുത്തത് ദേവയജ്ഞം. ഈ കിട്ടിയിരിക്കുന്ന അറിവിലൂടെ ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന ചൈതന്യം, നമ്മുടെ ഉള്ളിൽ ഒരു കാറ്റുണ്ട് അല്ലെങ്കിൽ ഒരു വായു ഉണ്ട്, ഇത് നിലച്ചു പോയി കഴിഞ്ഞാൽ ഈ ശരീരം എന്തായി തീരും? വെറും ജഡാവസ്ഥയാണ്. ആ ജഡാവസ്ഥ, അന്നേരം അതിനുള്ളിൽ നിൽക്കുന്ന ജീവൻ, ആ ചൈതന്യം അല്ലെങ്കിൽ ആ സത്തായ ഭാവം, അതിനെ പൂരിതമാക്കണം. എന്താ? ആരോഗ്യപരമാക്കണം. അതിനെ സൂര്യനെ പോലെ പ്രകാശിപ്പിക്കണം. അതിനെന്താണ്? മന്ത്രങ്ങൾ അനിവാര്യമാണ്. ആ മന്ത്രങ്ങളുടെ ഉപാസനകള്, അതാത് ദേവതകള്, അതാത് പരദേവതകള്, ആ ദേവതകളെ ഉപാസിക്കണം. ഏതെങ്കിലും ഒരു ഉപാസന കൃത്യമായി അനുഷ്ഠിക്കണം. കൃഷ്ണനായിക്കോട്ടെ, ഭദ്രയായിക്കോട്ടെ, ദുർഗയായിക്കോട്ടെ, കാളിയായിക്കോട്ടെ, ഏതെങ്കിലും ഒരു മന്ത്രം അത് ഉപാസനയിൽ കൃത്യമായിട്ട്, രാമമന്ത്രമായിക്കോട്ടെ, കൃഷ്ണമന്ത്രമായിക്കോട്ടെ, കാളി മന്ത്രമായിക്കോട്ടെ, ഒരെണ്ണം കൃത്യമായിട്ട് ഉപാസിക്കണം. അത് ഏറ്റവും 2ാമത്തെ യജ്ഞം. 3ാമത് അതിഥി യജ്ഞം. ഒരു നേരത്തെ തന്നിൽ നിന്നും ഉളവായ ധർമ്മത്തിലൂടെ കൊണ്ടുവരുന്ന ധനത്തിന്റെ ഒരംശത്തിൽ നിന്നും ഉളവായ അന്നം മറ്റൊരാളിലേക്ക്